എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. അപ്പോൾ മെയ് മാസത്തിലെ കലണ്ടർ വന്നു അല്ലേ? മെയ് 16 നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതായത് മെയ് 16 നടക്കുന്നത് ഒരു ഡിക്റ്റേഷൻ ടെസ്റ്റ് ആണ്. മെയ് 16 വെള്ളിയാഴ്ചയാണ് 1 മണിക്കൂർ 5 മിനിറ്റ് ദൈർഘ്യമുള്ള നമ്മുടെ ഡിക്റ്റേഷൻ ടെസ്റ്റ് നടക്കുന്നത്. ഇത് ഏതിൻ്റെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് സ്റ്റെനോ ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4, അതേപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2. അത് കുറച്ച് NCA വിജ്ഞാപനങ്ങളും അതുപോലെ എക്സ് സർവീസ് വിജ്ഞാപനങ്ങളൊക്കെ ആയിട്ട് ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ OMR എക്സാം കഴിഞ്ഞ് രണ്ടാമത്തെ എക്സാം ആയിട്ടുള്ള ഡിക്റ്റേഷൻ ടെസ്റ്റിന്റെ ടൈം ടേബിൾ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന മെയ് 16 തീയതിയാണ് ഡിക്റ്റേഷൻ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപായിട്ട് കഴിഞ്ഞ ഡിസംബർ 27 തീയതിയൊക്കെ ആയിട്ട് ഈ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4ന്റെ ഒക്കെ എന്ത് വന്നിരുന്നു, ഒരു യൂണിഫൈഡ് റാങ്ക് ലിസ്റ്റ് വന്നിരുന്നു. ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നിങ്ങൾക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും. ആ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളവര് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി പഠിക്കേണ്ടത് ഡിക്റ്റേഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതെങ്ങനെയുള്ള സിലബസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മിനിറ്റിൽ 80 വേർഡാണ് നമ്മൾ ഷോർട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെ? അതേപോലെ അത് തിരിച്ച് ലോങ് ഹാൻഡിലേക്ക് ആക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്, അതായത് ഡിക്റ്റേഷൻ ടെസ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഏതിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു കലണ്ടറിന്റെ ഒപ്പം തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. സ്റ്റെനോ ടൈപ്പിസ്റ്റ് 64/2023 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ ഉണ്ടായിരുന്ന എക്സാം ആണ്. അതിൽ 84 പേരാണ് ഡിക്റ്റേഷൻ ടെസ്റ്റിന് പാസ്സായിരിക്കുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4 അത് 86 പേർക്കാണ് ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉള്ളത്. ദെൻ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് NCA വിജ്ഞാപനങ്ങളൊക്കെയാണ്. അത് മൊത്തം എല്ലാം കൂടി 711/2023, 58/2024, 59/2024, 60/2024 ഇതെല്ലാം കൂടി 47 പേരാണ് യൂണിഫൈഡ് റാങ്ക് ലിസ്റ്റ് വഴി വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി ഇത്രയും പേർക്കാണ് എന്ന് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഈ വരുന്ന മെയ് 16 തീയതി ഡിക്റ്റേഷൻ ടെസ്റ്റ് നടക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, നമ്മൾ ഏകദേശം ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വിളിച്ചിട്ടുണ്ട് അല്ലെ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേരിയസും കമ്പനി ബോർഡും ഒക്കെ ഇപ്പൊ വിളിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക നിങ്ങൾ. അതായത് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവരാണ് എന്നുണ്ടെങ്കിലും, അതല്ലെങ്കിൽ പുതിയതായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തയ്യാറെടുക്കുക. യൂണിഫൈഡ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റും അതുപോലെ ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. അതിൽ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട ജോലിയിലേക്ക് നമ്മൾ എത്തും. അപ്പൊ കൃത്യമായിട്ട് തയ്യാറെടുക്കേണ്ട സമയമാണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ ബാച്ചുകൾ ഇപ്പൊ റണ്ണിങ് ആണ്. നിങ്ങൾക്കറിയാം, നോട്ടിഫിക്കേഷൻ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഒരുപാട് പേരുടെ സംശയമുണ്ട്. അതായത് കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റിയുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ സിലബസ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ അത് തന്നെയാണോ ഇപ്പൊ ഇനി വരാനിരിക്കുന്ന പരീക്ഷയുടെ സിലബസ് എന്നുള്ളതൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. പക്ഷേ ഇവിടെ കണ്ടോ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഈ ഒരു കാറ്റഗറി നമ്പറിൽ നടന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ ഏതായിരുന്നു സിലബസ്? ഇതായിരുന്നു സിലബസ്. അതായത് നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ സിലബസ് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് ഏതാണ് സിലബസ്? ഈ ഒരു സിലബസ് ആണ്. ടൈപ്പിസ്റ്റ്, LD ടൈപ്പിസ്റ്റിനോ അതുപോലെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനൊക്കെ പഠിച്ച അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്കും തയ്യാറെടുക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഈ ഒരു ലിസ്റ്റിൽ യൂണിഫൈഡ് റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിക്റ്റേഷൻ ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായിട്ട് നടത്തണം. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ എക്സാം ഡേറ്റ് ഏകദേശം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിരിക്കും. ആ ഒരു എക്സാം വേരിയസും അതേപോലെ തന്നെ കമ്പനി ബോർഡും ഒരുമിച്ച് തന്നെയായിരിക്കും അല്ലെ? അപ്പോൾ എത്രത്തോളം അപേക്ഷകരുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതിനു മുൻപത്തെ പല വീഡിയോകളിലായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ജില്ലയിൽ അല്ലെങ്കിൽ സ്വന്തം ജില്ലയിൽ എത്രത്തോളം ആൾക്കാർ മത്സരിക്കാനുണ്ട് എന്ന് നോക്കി തന്നെ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്